ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് മാരുതി സുസുക്കി ഒമിനിയാണ്. അപ്പോൾ ഇതിൻ്റെ ഓവർ ഹീറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഇത് ഓവർ ഹീറ്റ് ആയത് വെള്ളം ലീക്കായിട്ട് ഓവർ ഹീറ്റ് ആയതാണ്. അപ്പോൾ വെള്ളം ലീക്കായത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഇൻടേക്ക് മാനിഫോൾഡ് അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ലീക്കായത് ഇൻടേക്ക് മാനിഫോൾഡിന് അടിയിൽ നിന്ന് ഈ ഭാഗത്തായിട്ട് ഇതിന് മുകളിലായിട്ട് ഒരു ഇൻടേക്ക് മാനിഫോൾഡ് ഇവിടെ വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് ഒരു വാട്ടർ ഡമ്മി വരുന്നുണ്ട്. ആ ഡമ്മി തുരുമ്പ് പിടിച്ച് പോയിട്ടാണ് വെള്ളം ലീക്കായിട്ട് ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ മനസ്സിലാകുമ്പോൾ ഇങ്ങോട്ട് ലീക്കായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഓൾറെഡി അഴിച്ചു വെച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഇൻടേക്ക് മാനിഫോൾഡ്. ഒമ്നിയുടെ നമ്മൾ അഴിച്ചു വെച്ചേക്കുന്ന MB-5 വണ്ടിയാണ്. അപ്പോൾ വെള്ളം ലീക്കായത് ഈ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ വാട്ടർ ഡമ്മി തുരുമ്പ് പിടിച്ച് പോയേക്കുന്നത്. കാരണം കറക്റ്റായിട്ട് കൂളൻ്റ് മാറാതെയും ഇടവേളകളിൽ കൂളൻ്റ് മാറാതെ വന്നു കഴിഞ്ഞാലൊക്കെ ഈ ഒരു അവസ്ഥ ഉണ്ടാകും. കാരണം ഈ ഡമ്മിയൊക്കെ തുരുമ്പ് പിടിച്ചു പോകും. അതുപോലെ തന്നെ ഈ ഭാഗത്തു നിന്നൊക്കെ തുരുമ്പ് പിടിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ മാനിഫോൾഡ് ഉൾപ്പെടെ തന്നെ മാറേണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം വെള്ളം ലീക്കായിക്കൊണ്ട് ഇത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ദ്രവിച്ച് പോയിരിക്കുകയാണ് ഈ ഭാഗം. കാലപ്പഴക്കം കൊണ്ടും പോകാം. അതുപോലെ തന്നെ കറക്റ്റായിട്ട് കൂളൻ്റ് മാറാതെ കൂളൻ്റ് മാറിയാൽ കൂടെ തന്നെ കറക്റ്റായിട്ട് ഒരു 20,000 കിലോമീറ്റർ തന്നെ കൂളൻ്റ് മാറാതെ വന്നു കഴിഞ്ഞാലും കൂളൻറ്റിൻ്റെ ആ ഒരു അംശം പോയി കഴിഞ്ഞിട്ട് തുരുമ്പ് പിടിക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ കറക്റ്റ് ഇടവേളയിൽ തന്നെ കൂളൻ്റ് മാറുക. കൂളൻ്റ് മാറിയെന്ന് വിചാരിച്ച് പിന്നെ കുറേ കാലം കൂളൻ്റ് മാറാതിരുന്ന് കഴിഞ്ഞാലും ഈ മെറ്റൽ ഭാഗങ്ങളൊക്കെ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇത് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാട്ടർ ഡമ്മി ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ഡമ്മി പുതിയത് കയറ്റി ഇട്ടുണ്ട്. അപ്പോൾ ഈ ഡമ്മി കയറ്റുന്ന സമയത്തിൻ്റെ സൈഡൊന്ന് നൈസായിട്ട് ക്ലീൻ ചെയ്യണം. ഒത്തിരി ഓവർ ക്ലീൻ ചെയ്ത് കാരണം ഡമ്മി ലൂസായി പോകും. എന്നിട്ട് നമുക്ക് എറാൾഡേറ്റ് 5 മിനിറ്റ് എറാൾഡേറ്റ് ചേർത്തിട്ട് വെച്ചിട്ട് വേണം ഈ ഡമ്മി നമ്മൾ ഒട്ടിച്ച് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഡമ്മി പ്രസ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. പ്രസ് ചെയ്ത് ഇറക്കിയിട്ട് 5 മിനിറ്റ് എറാൾഡേറ്റ് നമ്മൾ ചുറ്റിനും വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പഴയ ഡമ്മി. നോക്കിയാൽ മനസ്സിലാവും ബ്ലേഡ് പോലെ ഫുള്ളായിട്ട് തേഞ്ഞ് പോയി. ഓക്കെ, അപ്പോൾ ഈ ഡമ്മിക്ക് വലിയ വിലയൊന്നുമില്ല. പക്ഷേ ഇത് നമ്മൾ അഴിക്കണമെന്നുണ്ടെങ്കിൽ ഇൻടേക്ക് മാനിഫോൾഡ് ഇതുപോലെ ഫുള്ളായിട്ട് അഴിച്ചെടുത്താൽ മാത്രമേ നമ്മൾ ഡമ്മി കറക്റ്റായിട്ട് മാറിയെടുക്കാനായിട്ട് ഒക്കുകയുള്ളൂ. കാരണം ഈ ഡമ്മി പോയിട്ട് ഡമ്മിയുടെ ഇതുപോലെ തുരുമ്പ് പിടിച്ചിട്ട് MCയിലോ അല്ലെങ്കിൽ എറാൾഡേറ്റോ ഒന്നും മിക്സ് ചെയ്ത് വെക്കരുത്. കാരണം ഡമ്മി മാറാണ്ട് ആ ഹോളിൽ. കാരണം കുറേ കാലം കഴിയുമ്പോഴത്തേക്ക്, കുറേ കാലം എന്നല്ല, ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് MCയിൽ തള്ളിപ്പോയിട്ട് പെട്ടെന്ന് വെള്ളം ലീക്കാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ മാരുതി സുസുക്കി ഒമിനിയുടെ ഡമ്മി പോയിട്ടുള്ള ലീക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.